എറണാകുളം കളമശ്ശേരിയിൽ പെൺകുട്ടിയെ ആക്രമിച്ച് സ്വർണവും മൊബൈലും കവർന്ന സംഭവത്തിൽ പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ്. സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങളും മൊബൈൽ ഫോൺ ലൊക്കേഷനും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ആക്രമണത്തിൽ പരിക്കേറ്റ പെൺകുട്ടിയുടെ നില മെച്ചപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിക്ക് ജോലി കഴിഞ്ഞ് മടങ്ങിയ കണ്ണൂർ സ്വദേശിനിയാണ് ആക്രമിക്കപ്പെട്ടത്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നവമി, ഏറെ ഞെട്ടലുളവാക്കിയ ഒരു വാർത്തയായിരുന്നു അത്. നമുക്കറിയാം, ഈ കൊച്ചി നഗരം, കൊച്ചിയും സമീപ പ്രദേശങ്ങളൊക്കെ രാത്രി കാലങ്ങളിലും വളരെ സജീവമാണ്. നൈറ്റ് ലൈഫ് ആസ്വദിക്കുന്നവരാണ്. ജോലി രാത്രി സമയങ്ങളിൽ പോലും സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുന്നൊരു നഗരമാണെന്ന് നമ്മൾ കരുതുന്ന, നമ്മളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ IT മേഖലകളിൽ ജോലി ചെയ്യുന്നവരൊക്കെ രാത്രി സമയങ്ങളിൽ സഞ്ചരിക്കുന്ന സ്ഥലമാണ്. അവിടെയും എത്രത്തോളം സുരക്ഷിതത്വമുണ്ട് എന്നൊരു ചോദ്യം ബാക്കിയാക്കുന്നതാണ് ഈ ഒരു കവർച്ചാ കേസ്. പക്ഷേ ഇതുവരെയും അതായത് ഏകദേശം ഒരു 35-40 മണിക്കൂർ പിന്നിടുകയാണ് ഈ സംഭവം നടന്നിട്ട്. ഇതുവരെയും പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയുമില്ല. പോലീസിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടാണ് ഈ ഒരു സംഭവം നടന്ന് തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ കൃത്യമായ പരിശോധനകൾ നടത്തേണ്ടതാണ്, അന്വേഷണം നടത്തേണ്ടതാണ്. ഏതെങ്കിലും വീഴ്ച അന്വേഷണത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പോലീസിന് സംഭവിച്ചിട്ടുണ്ടോ? കളമശ്ശേരി പോലീസ് പറയുന്നത് അവരിപ്പോഴും അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവം നടന്ന, അതായത് ഈ മോഷണം നടന്ന സ്ഥലത്ത് CCTV ദൃശ്യങ്ങളൊന്നും തന്നെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അവിടെ CCTV ഇല്ല. അതുകൊണ്ട് തന്നെ സമീപ പ്രദേശത്തെ CCTV കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. 30 വയസ്സിനോടടുത്ത് പ്രായമുള്ള ഒരു യുവാവാണ് ഇതെന്ന് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ ഈ മോഷണ ശ്രമത്തിനിടെ പെൺകുട്ടിയുടെ മാലയും ഒരു കമ്മലുമാണ് മോഷ്ടിച്ചത്. അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ മൊബൈൽ ഫോണും മോഷ്ടാവ് പിടിച്ചു പറിച്ചുകൊണ്ട് പോയിട്ടുണ്ട്.